നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്നലെ പോർച്ചുഗൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഡെൻമാർക്കിനോട് തോറ്റു. കളി തോറ്റെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ അവർക്ക് വേണ്ടി പുതിയൊരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. തോൽവിക്കിടയിലും CR7 റെക്കോർഡ്. ആരാധകർക്ക് ആഘോഷിക്കാൻ അതൊരു വകയാണല്ലോ. 40ാമത്തെ വയസ്സിൽ CR7 തൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം 40 വയസ്സ് തികഞ്ഞതിന് ശേഷമുള്ള ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയതാണ്. അതോടുകൂടി ഇപ്പോൾ 22 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് പോർച്ചുഗലിനായിട്ട് കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ദി ഫസ്റ്റ് പോർച്ചുഗീസ് പ്ലെയർ ടു പ്ലേ ഫോർ 22 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് ഫോർ പോർച്ചുഗൽ. പോർച്ചുഗലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം കുറിച്ചിട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്താൽ 2003 അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഈ കലണ്ടർ ഇയറിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാണ്. 22 വർഷങ്ങളിൽ തുടർച്ചയായി പോർച്ചുഗലിന് കളിക്കുന്ന ആദ്യ താരമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറുന്നു. കഴിഞ്ഞ 40 വയസ്സിന് ശേഷം പോർച്ചുഗലിന് വേണ്ടി കളിക്കുന്ന രണ്ടാമത്തെ താരമാണ് അദ്ദേഹം. പെപ്പയാണ് ആദ്യ താരം. പെപ്പയ്ക്ക് ശേഷം ആ നേട്ടത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തുന്നു. റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി 218 അന്താരാഷ്ട്ര മത്സരങ്ങളായി. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡും അദ്ദേഹത്തിനാണ്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 135 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതായത് ആ കാര്യത്തിലും ലോക റെക്കോർഡാണ്. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ളതും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 40ാമത്തെ വയസ്സിലും റെക്കോർഡുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മാറ്റിക്കുറിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ തോൽവി, അത് ഒറ്റ ഗോളിൻ്റെ തോൽവി, അത് ലിസ്ബണിലിട്ട് CR7 സംഘവും തന്നെ തിരിച്ചു കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.